ആരാ? എന്നെ മനസ്സിലായില്ലേ? നിന്റെ ഒരു ചേച്ചിയാണെന്ന് കരുതിക്കൂ. ചേച്ചിയോ? ഏതായാലും ചേച്ചി? ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ലല്ലോ. നിന്നെ ഇത്ര എളുപ്പം മുതൽ ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുള്ളതാ. വരൂ, അമ്മ അകത്തുണ്ട്. അമ്മ ഞാൻ പിന്നെ കണ്ടോളാം. നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. ഒന്ന് മാറി നിൽക്കടാ കൊച്ചേ, ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞോട്ടെ. സ്വകാര്യം? എന്താ കാര്യം? നമ്മളെപ്പോലെ കുറെ ചന്തമുള്ള കുടുംബക്കാർക്ക് ചേർന്നതാണോ ഈ കൂലിപ്പണി? ആ മേനൻ അദ്ദേഹം പറഞ്ഞാ ഞാൻ ഇറങ്ങിയത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അതിനൊക്കെ വഴിയുണ്ടാക്കാം. ആ മേനൻ അദ്ദേഹത്തിന് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടിരിക്കുക. ഇതാ അദ്ദേഹം തന്നേച്ചതാ. നാളെ വീട്ടിലേക്കൊന്ന് വരണം, കാറയച്ചു തരാം. ഇതിനാണല്ലേ ചേച്ചി നമ്മിവിടെ വന്നത്? സീതേ, മുതലാളിയെ പിണക്കാതിരുന്നാൽ നിനക്കും നിന്റെ അമ്മയ്ക്കും അനുജന്മാർക്കും സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെ ജീവിക്കണ്ട ഞങ്ങൾക്ക്. മര്യാദയ്ക്ക് പോ അവിടുന്ന്. ഇല്ലെങ്കിൽ ആഹാ, തൊലിയോടെ കൊണ്ടൊന്നും കണ്ട് അഹങ്കരിക്കൊന്നും വേണ്ട. നിഷേധിച്ചാൽ അനുഭവിക്കും. അടുത്തവന് തലയ്ക്കാ. ഇനിയൊക്കെ ഒരു പാഠം പഠിപ്പിക്കൂടാ. നിങ്ങളാണോ? പിന്നെ അല്ലാതാരാ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിന്നെ കൊണ്ടുപോകാൻ. അല്ലാതെ എന്തിനാ? ദയവായി ഇവിടെ നിന്ന് പോകൂ. വെറുതെ ഞങ്ങൾ ഉപദ്രവിക്കരുത്. നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, രക്ഷിക്കാൻ വേണ്ടിയല്ലേ മുതലാളി വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് പുറത്തു പോകുന്നതാ നല്ലത്. അയ്യോ, അയ്യോ, അമ്മേ! ചേച്ചി! മോനെ, മോനെ, വിജയ, ചേച്ചിയും ചേട്ടനെ ആരോ പിടിച്ചോണ്ട് പോയി. ആരാ മോനെ? അവർ രണ്ടുപേരുണ്ടായിരുന്നു. കൊല്ലൊന്നും പറഞ്ഞേക്കാ കൊണ്ടുപോയത്. എന്റെ കേക്കരുത് മോനെ. അവരെ കണ്ട ഒരിക്കൽ തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയും ഇക്ക. എവിടെ വെച്ച് കണ്ടാലും അറിയും. ഞാൻ അവരെ നന്നായിട്ട് കണ്ടുവയ്ക്കാം. മുമ്പേ ശ്രമിക്കാണ്ടില്ല. അമ്മേ, ചേച്ചി ചേട്ടനെ ആരോ പിടിച്ചോണ്ട് പോയി. അമ്മേ, ചേച്ചി ചേട്ടനെ ആരോ പിടിച്ചോണ്ട് പോയി. അമ്മേ, അമ്മേ, അമ്മേ. ഇതുവരെ നിന്നെ വെറുതെ വിട്ടില്ലേ? നീ എങ്ങനെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അയ്യോ, എന്റെ മാനഭംഗപ്പെടുത്തരുത്. അയ്യോ, എന്റെ മാനഭംഗപ്പെടുത്തരുത്. ശരി, കഴിയുന്നത് വേഗം അവരെ കണ്ടുപിടിക്കാം. ഇപ്പോൾ പൊയ്ക്കോളൂ. ചേച്ചിയും ചേട്ടനെയും കണ്ടുപിടിക്കും അവര്. മോൻ വിഷമിക്കാണ്ടിരി. എവിടെ ഉണ്ടെങ്കിലും അവർ കണ്ടുപിടിക്കും. ചേച്ചിയും ചേട്ടനെയും കൊണ്ടുപോയവരെ കണ്ടാൽ
ഞാൻ കത്തി കൊണ്ട് കുത്തിക്കൊല്ലും. അരുത് മോനെ, അങ്ങനെയൊക്കെ പറയല്ലേ. നല്ല കുട്ടികൾ അങ്ങനെയൊന്നും പറയൂല. മോൻ നല്ല കുട്ടിയാവണം, നല്ല പോലെ പഠിച്ച് നല്ലവനായിട്ട് വളർന്ന് ഒരു വലിയ ആളാവണം. ഇന്നു മുതല് ഇത് നിന്റെ വീടാണ്. മോൻ വിഷമിക്കാൻ മോനെ പടച്ചുവണ്ടിച്ച് എല്ലാവരും വിട്ടുകൊടുത്താൽ മതി. പടച്ചു എന്ന് പറഞ്ഞ ആരാ? ദൈവം. അതെ, കൊല്ലാനും വളർത്താനും ശിക്ഷിക്കാനും രക്ഷിക്കാനും ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടില്ലേ? ബുദ്ധിയുള്ളവന് ഈ ദുനിയാവില് എന്ത് കാര്യവും നേടാം. മോനോട് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഒരു കാട്ടില് ഒരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹം കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അതിനെ അകറ്റാൻ ഒരു മുയല് തീരുമാനിച്ചു. സിംഹരാജാവേ, സിംഹരാജാവേ, ഈ കാട്ടിലെ മഹാരാജാവ് നിങ്ങളാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങളെക്കാൾ വലിയൊരു രാജാവിനെ ഞാൻ കണ്ടു എന്ന് മുയല് പറഞ്ഞു. എവിടെയാടാ എന്ന് സിംഹകാലറി. വാ കാണിച്ചു തരാമെന്നും പറഞ്ഞു മുയല് സിംഹത്തെ കൂട്ടിക്കൊണ്ടുപോയി വെള്ളത്തിൽ സിംഹത്തിന്റെ നിഴല് കാണിച്ചു കൊടുത്തു. അലറിക്കൊണ്ട് സിംഹം വെള്ളത്തിലൊക്കെ ഇട്ട് ചാടി മുങ്ങിച്ചത്തുപോയി. അത്ര വലിയൊരു സിംഹത്തെ ഒരു ചെറിയ മുയല് തോപ്പിച്ചു കളഞ്ഞു. അതാണ് ബുദ്ധി. മോനിക്ക് മനസ്സിലായ? അങ്ങനെ ഇന്നലെ രാത്രിയില് ഇവളിവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. എന്നിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, പിടിച്ചു മുറിക്കാത്തിട്ട് പൂട്ടി ഞാൻ. നീ ഇവിടുന്ന് കടന്നളയാൻ ശ്രമിച്ചു അല്ലേ? നിന്നെ ഇവിടെ സാധിക്കുമോ? നമുക്ക് ഓടി. ഒരു കാര്യം നീ ഓർത്തോണം, നിന്റെ അനിയനുണ്ടല്ലോ ആ തെമ്മാടി ചെറുക്കൻ, അവൻ എന്റെ കയ്യിലാ. നീ ഇവിടുന്ന് പുറത്തു പോകാൻ ശ്രമിച്ചാൽ ആ സെക്കൻഡിൽ അവനെ ഞാൻ കൊന്നു കുഴിച്ചു കൂടും. ഓർമ്മയിരിക്കും. എന്തായാലും പറയാത്ത നിനക്ക് പോണ ഇവിടുന്നല്ലേ? വേണ്ട, എന്താണെങ്കിലും ഒന്നും ചെയ്യരുത്. ഞാൻ എങ്ങും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. എങ്കിൽ നിനക്ക് തന്നെ നല്ലത്. ഈ പങ്കജാശി, മറ്റുള്ളവരൊക്കെ അവിടെ വിളിക്കില്ലാത്തിനെ. എടി, ഇങ്ങോട്ട് വരീ, ഇങ്ങോട്ട് വരീനടി. എടി, നിങ്ങളിൽ ആർക്കെങ്കിലും ഇവിടുന്ന് ഒളിച്ചോടി പോണോ? എടി പോണോ? ഇവിടെ വരുന്നവരോട് മര്യാദയായിട്ട് പെരുമാറിയില്ല എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെയൊക്കെ എലി ഞാൻ ഒടിക്കാൻ പറഞ്ഞേക്കാം. ആ പ്രയാസി, ഇന്ന് വൈകിട്ട് ഞാനിവിടെ വരും. എന്റെ കൂടെ വിശേഷപ്പെട്ട ഒരു അതിഥി ഉണ്ടായിരുന്നു. എല്ലാം ഒരുക്കി വെച്ച്. ഓ, എല്ലാം വേണ്ടതുപോലെ ഒരുക്കി വെച്ചേക്കാം. ഇന്ന് റിസൾട്ട് അറിയുന്ന ദിവസമാണ്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. വിജയ, നീ ഒന്നാമനായി പാസ്സായിട്ടുണ്ടാവും. അക്കാര്യത്തിൽ ഇക്കാക്ക് സംശയമൊന്നുമില്ല. പോയി സന്തോഷത്തോടെ തിരിച്ചു വാ മോനെ. ശരി. അതാ നിന്റെ വിജയം ചേട്ടൻ പോകുന്ന കണ്ടില്ലേ? പോയി കൺഗ്രാജുലേറ്റ് ചെയ്യൂ. ഹലോ ഗോപി, റിസൾട്ട് നോക്കിയോ? നോക്കി, പാസ്സായി. ഡിസ്റ്റിങ്ഷോടുകൂടി പാസ്സായി. കൺഗ്രാജുലേഷൻസ്. എടാ, നീ ഇത്ര ഗംഭീരമായിട്ട് പഠിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അയ്യോ, ഞാനല്ല. പിന്നെ നീ ഡിസ്റ്റിങ്ഷോടുകൂടി പാസ്സായത് കൊണ്ടല്ലേ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്തത്. ഞാൻ തോറ്റു, ഡിസ്റ്റിങ്ഷോടുകൂടി ഫെയിൽ. ഹലോ മിസ്റ്റർ വിജയൻ. ഹലോ മാലവി, ഹൗ ഡു യു ഡു? ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നിങ്ങൾ ഡിസ്റ്റിങ്ഷോട് കൂടി തന്നെ പാസ്സായല്ലോ. താങ്ക് യു വെരി മച്ച്. നോ മെൻഷൻ. അപ്പോ ഞാൻ പോട്ടെ വിജയൻ. മാലവി, ഞാനും വരുന്നു. വേണ്ട, കിട്ടിയ സൗകര്യങ്ങൾ വേണ്ട, ഞാനങ്ങ് പോവാം. മാലവിയും പാസ്സായല്ലോ. ഓ, ഞാൻ പാസ്സായാലും എന്താ വിശേഷം? ജസ്റ്റ് പാസ്. ഞാൻ വരട്ടെ, അല്പ തിരക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ കാറിൽ പോകാം. വിജയന്റെ വീട് വരെ ഞാനും വരാം. വേണ്ട, താങ്ക്സ്. ഞാൻ ബസ്സിൽ പോയിക്കോളാം. വരൂ, എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാനും ആ വഴിക്ക് വരാം. വേണ്ട. വൈ? I don't like it. എനിക്കിത് ഇഷ്ടമല്ല. സോറി. ഇക്കാക്ക് തൃപ്തിയായി. ഇനി ഇക്കാക്ക് ഒന്നും വേണ്ട. ഇതോടെ എല്ലാം നേടിക്കഴിഞ്ഞു. ദേ, നമ്മുടെ വിജയൻ ഇന്നു മുതൽ ഡാക്ടറാണ്. വിജയ, ഇന്ന് തൊട്ട് വിജയൻ എനിക്ക് ഡാക്ടർ സാറാണ്.
ഒരിക്കലും ഈ അന്തോണിയെ മറക്കരുത് കേട്ടോ. മോനെ, ഈ ഉമ്മാന്റെ പിട്ടും ചോറിൽ നിന്ന് നീ ബലതായത്. ഈ ഉമ്മാനെ മറക്കരുത് മോനെ. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ വിജയനല്ലേ, നിങ്ങളുടെ വിജയൻ. നിങ്ങളൊക്കെ കൂടെയല്ലേ എന്നെ വളർത്തിയത്, പഠിപ്പിച്ചത്, ഡോക്ടറാക്കിയത്. ഞാൻ നിങ്ങളെയൊക്കെ മറക്കും? അത്രയും വലിയ നന്ദിയോടെ ഞാൻ കാണിക്കൂ? പഠിപ്പിൽ മാത്രമല്ല മോനെ, ജീവിതത്തിലും നീ എപ്പോഴും ഒന്നാമനായിരിക്കും.